പറയുന്നുണ്ട്. അപ്പോൾ അവരെന്നെ ഒരു കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിന്. എന്നിട്ട് അവിടെ നിന്നാണ് എന്തെങ്കിലും എസ്കേപ്പ്. എന്നിട്ട് അവരെ ചവിട്ടും അടിയും അതിൻ്റെ തലയ്ക്ക് ബാക്ക് സൈഡിലൊക്കെ കിട്ടിയിട്ടുണ്ടായത്. ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നിൽക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാണ്ട്. ഇമ്പോർട്ടൻ്റ് എന്നല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിന്. ഞാൻ ട്രാവൽ ചെയ്തതിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മിക്ക ആൾക്കാരും യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിന്ന് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ചെന്നൈനെ പറ്റിയിട്ടാണ്. ഞാൻ പോയ സ്ഥലങ്ങളായി പറയാം: ചെന്നൈ, ഹൈദരാബാദ്, ആഗ്ര, ഡൽഹി, പഞ്ചാബ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് രാജസ്ഥാൻ, മുംബൈ പോയി. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ചെന്നൈനെ പറ്റിയിട്ടാണ്. ഓക്കെ, ചെന്നൈ എന്ന് പറയുമ്പോൾ ആകേണ്ടത് അവിടുത്തെ ചെന്നൈയിലാണ് എത്തിയപ്പോൾ ഒക്കെ ഉണ്ടായത്. എന്താ വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഭക്ഷണത്തിൻ്റെ വില. അന്ന് ഞാൻ കഴിച്ച ദോശയാണ് മോർണിംഗ്. അവിടെ മോർണിംഗിന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്ത 100 രൂപയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി വീട്ടിലത്തെ ഭക്ഷണത്തിൻ്റെ വില എന്നൊക്കെ മനസ്സിലായി. പുറത്തിനാണ് നമ്മൾ ട്രാവൽ ചെയ്താൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ വില മനസ്സിലാവും, വീട്ടിലെ വില മനസ്സിലാവും. അതുപോലെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില ടൈമിൽ നമ്മൾ ഡിങ്ങി ചില വാഷ്റൂമിലായിരിക്കും നമ്മൾ പോക്കുണ്ടാവാം. എന്നിട്ട് നമുക്ക് മനസ്സിലാവും വീട്ടിലത്തെ വാഷ്റൂമിൻ്റെ വില എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്ന് ഭക്ഷണത്തിന് ആ കൊടുത്ത് 100 രൂപയാണ്. അപ്പോൾ അങ്ങനെ പല ഇതും ഒക്കെ ഉണ്ടായിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിൻ്റെ വില അങ്ങനെ മനസ്സിലായി. ദോശക്ക് 100 രൂപ കൊടുത്തത്. എന്നിട്ട് ഞാൻ ചെന്നൈയിലാണ് നിന്നത്. സോളിനഗലൂരിൽ അക്ര എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. UP വിഹാർ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ആ ഭാഗത്തായിട്ട് ഞാൻ നിന്നിട്ടുണ്ടായത്. എന്നിട്ട് അന്ന് ഏതൊരു ദിവസമാണ് മറീന ബീച്ചിലൊക്കെ ഞാൻ പോകാൻ വേണ്ടി നിന്ന്. അപ്പം മറീന ബീച്ച്, അതായത് ചെന്നൈയിൽ കാണാൻ പറ്റിയ നല്ല ബീച്ചും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് മറീന ബീച്ച്. അതുപോലെ തന്നെ മറീന ബീച്ചിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ ബീച്ചാണത്. 1ാമത്തെ ബീച്ച് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്, മൂപ്പിലങ്ങാടി ബീച്ച്. അതുപോലെ ഏഷ്യയിലെ 2ാമത്തെ നീളം കൂടിയ ബീച്ചാണ് മറീന ബീച്ച്. അത് ചെന്നൈയിൽ. ഓക്കെ, അത് ചെന്നൈയിൽ മറീന മാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ പോവാം. മറീന ബീച്ച് അടിപൊളിയാണ് അവിടെ. ഫോട്ടോ എടുക്കാനായാലും പിന്നെ ഓരോ ടൈമിൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ ഒന്നുമില്ലേ, പിന്നെ അന്നൊരു ദിവസം രാത്രി 1 മണിക്ക് പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ രാത്രി ആയാൽ ഡോഗ്സിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഡോഗ്സിൻ്റെ ശല്യം നല്ല രീതിയിലുണ്ടാവും. പിന്നെ 2ാമത്തെ കാര്യം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ട്രാൻസ്ജെൻഡേഴ്സ് ശ്രദ്ധിച്ചേ പറ്റൂ. അന്നൊരു ദിവസം അക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ചെന്നൈ എന്ന് വെച്ചാൽ മോശം സ്ഥലം എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അതൊരു അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പോൾ ചെന്നൈയിലൊക്കെ അന്ന് രാത്രി 1 മണിക്ക് ഈ അക്ര എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക്. എന്ന് വെച്ചാൽ, ഞാൻ ആ ബ്രിഡ്ജിനെ വേണ്ടിക്കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിലുണ്ട് ഒരു സൈഡിൽ നിന്നിട്ടുണ്ട് ആരോ കൈമുട്ടുന്ന ഒച്ച കിട്ടാൻ. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു ലേഡി ഉണ്ട് അവിടെ. അപ്പോൾ അത് ലേഡി അതെന്തുകൊണ്ട് ഈ നേരത്തെ അങ്ങനെ നോക്കുന്നത് മനസ്സിലായിട്ട. എന്നിട്ട് അവരെ വോയിസ് ഒക്കെ കേട്ടപ്പോൾ മനസ്സിലായി അതൊരു ട്രാൻസ്ജെൻഡറാണ്. അങ്ങനെയുള്ള ബാഡ് എക്സ്പീരിയൻസിനൊക്കെ ഉണ്ടായിന്. ചെന്നൈത്തെ അവസ്ഥ ഇതാണ് ഒക്കെ ഉണ്ടായത്. നമ്മൾ ഓരോ സ്റ്റേറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഉണ്ടാകും, പോസിറ്റീവ് ഉണ്ടാകും. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ട്രാവലിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ചെന്നൈയിലൊക്കെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി വിചാരിച്ചിട്ട് ആണ് ട്രാവലിങ് അവിടെ നിർത്തിയില്ല. ഞാൻ കണ്ണൂരിൽ നിന്ന് നേരെ ചെന്നൈയിലേക്കാണ് ഞാൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവിടെ നിനക്ക് അടി കിട്ടിയ ആടെ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി വെച്ചിട്ട് നാട്ടിലേക്ക് ഞാൻ വരാൻ നിൽക്കില്ല. കീപ് ഗോയിങ് മൈ ട്രാവലിങ്. ഓക്കെ, അവിടെ നിന്നാണ് ഹൈദരാബാദ് പോയി.
അപ്പോൾ ഹൈദരാബാദിലെ വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ചെന്നൈ ഇതാണ് ഉണ്ടായത്, ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അതുപോലെ തന്നെ അവിടുത്തെ ചായയും ബെൻമസ്ക്കും അത് അവിടെ മസ്റ്റ് ട്രൈ ആണ്. ആ പോയ സ്ഥലത്തിൻ്റെ ഓരോ പിക്കും കാര്യം ഇവിടെ ഓരോ ഭാഗത്തായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഊപ്പി വിഹാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, അത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല റെസ്റ്റോറൻ്റ് ആണ് അത്. പിന്നെ അതിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഒരു ചായക്കടയുണ്ട്, അതാണ് അടിപൊളി പോലെ. ചെന്നൈ ഹൈദരാബാദിലും ചായ അത് അടിപൊളിയാണ്. ചായ പ്രാന്തന്മാരാണെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് വിട്ടു, അത് ഞാൻ പറയൂല. ഓക്കെ, അപ്പം എൻ്റെ ഓൾ ഇന്ത്യ എന്നല്ല, ഞാൻ കാശ്മീർ വരാൻ പോയി, അതിൻ്റെ എല്ലാ സ്റ്റോറീസും ഞാൻ ബൈ ബൈ എയ്റ്റിലാണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, കുറേ നാളത്തിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് കാണാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ഒന്നാമത് നോമ്പും കൂടിയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.